ഇതാരാണപ്പോ ഈ നടന്നു വരുന്നത്? എക്സ്ക്യൂസ് മീ, എങ്ങോട്ട് പോവാ? എന്താ പേര്? അല്ല, ഈ കൈ കുത്തി എവിടെ നടന്നു പോകുന്നേ? വെറുതെ നടക്കുന്നതാണോ? കൈ കുത്തിയാ? ഞങ്ങളൊക്കെ കാല് കുത്തി നടക്കാറ്. നീ എന്താ കൈ കുത്തി നടക്കുന്നത്? ചുമ്മാ ഒരു രസം. ഓക്കെ, വേറെ എന്തൊക്കെ ചെയ്യും? ഒന്ന് ചെയ്ത് കാണിച്ച് എന്തെങ്കിലുമൊക്കെ. എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. ഓ, ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ കിട്ടിയ ആളാണോ? ഓ, യു ആർ എ ഗ്രേറ്റ് മാൻ. എന്നിട്ട് അതെനിക്ക് ചക്രാസനത്തിന് കിട്ടിയിട്ടുണ്ട്. ചക്രാസനോ? എന്താ എന്താ ഇപ്പൊ കാണിച്ചു. ചെറുക്കൻ ചക്രാസനം കാണിക്കാൻ പോവാണേ. വാവ്, ഇതാണ് ചക്രാസനം. ഇങ്ങനെ ഞാൻ 1 മിനിറ്റില് 25 ചെയ്തിട്ടായിരുന്നു റെക്കോർഡ് കിട്ടിയത്. അടുത്ത റെക്കോർഡ് ഏതാ? അടുത്ത റെക്കോർഡ് സൈഡ് സിറ്റപ്പ് ചെയ്തിട്ട്. ഒന്ന് കാണിച്ചത്. ഞാൻ 1 മിനിറ്റില് 120 ആണോ? ഓക്കെ, എന്നിട്ട് അടുത്തത് ലെഗ് സ്പ്ലിറ്റിനായിരുന്നു. കാലിന്റെ കവച്ച് വെച്ചിരിക്കും. ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ പറ്റത്തില്ല. ഓക്കെ, ശരി. വേറെ? വാവ്, എന്ത് സംഭവം? ഇത് ഡൈസ് ആണ്, നോർമൽ ഡൈസ് ആണ്. ഇതില് മറ്റേ മാഗ്നറ്റ് വല്ലതും ഉണ്ട്? ഒടിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. നീ എല്ലാരും പറ്റിക്കുന്ന പോലെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കല്ലേ? ഇതിലൊന്നുമില്ല. ഒന്നുകൂടെ ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇല്ല മോനെ, അതിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. ഉറപ്പായിട്ടില്ല. ഒന്ന് മാറ്റി നോക്കാല്ലേ? ഇനി ഒന്ന് കാണണല്ലോ, ചെയ്യുമല്ലോ. ഇതെങ്ങനെ ചെയ്യുന്നടാ? നമ്മളിങ്ങനെ വെക്കാൻ നോക്കിയാൽ തന്നെ ഇങ്ങനെ എടുത്ത് അടുക്കി വെക്കണം അല്ലേ? പക്ഷെ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ചെയ്തു നോക്കട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു. എന്താ സംഭവം? ഇത് സീക്രട്ടും കാര്യങ്ങളൊന്നും അല്ല. ഇത് കയ്യിന്റെ മൂവ്മെന്റിനനുസരിച്ച് അത് നിൽക്കണം. കയ്യിന്റെ മൂവ്മെന്റ് തെറ്റി ഇതും വീഴും. ഒന്നുകൂടെ ചെയ്ത് നോക്കട്ടെ. തെറ്റട്ടെ. കണ്ടാ ഇതെങ്ങനെ സംഭവിക്കുന്നു? പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഇതേ സാധനത്തിനടുത്ത് ഈ കുപ്പിന്റെ മേളിൽ വെക്കും. കുപ്പിന്റെ മേളിൽ വെക്കുമോ നീ? റിയലി? അത് നോക്കട്ടെ. വാവ്, കിടു മാൻ, പൊളിടാ പോരെ, ഒന്നും പറയാനില്ല. ഇതെങ്ങനെ സാധിക്കുന്നത്? അത് ഇത് കയ്യിന്റെ മൂവ്മെന്റ് തന്നെയാണ്. ഇത് മാജിക് അല്ലേ? ഇത് അല്ലെ മന്ത്രമായിരിക്കും? അല്ല, ഇത് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ ഇത് മൊത്തം നമ്മൾ കൈയും കൊണ്ട് തന്നെ എല്ലാത്തിനെയും നിർത്തണം. നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഈ സാധനം ഇതിന്റെ അടി ഇരിക്കുകയാണ് മേളിൽ ഇരിക്കുകയാണ്? എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും? അത് ജഡ്ജിങ് ഒന്നും അല്ല. പിന്നെ നമ്മൾ കയ്യിലാക്കുമ്പോൾ ഓരോന്ന് ഇതുപോലെ സ്റ്റാക്ക് ആയി നിൽക്കുക ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ മേളിൽ എങ്ങനെ വരുന്നു? അതാണ് എന്റെ ചോദ്യം. അത് കയ്യിന്റെ മൂവ്മെന്റ് ആണ്. അതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ആണോ അത്? എക്സ്പീരിയൻസ് നല്ല. നിന്നെ ആരാ പഠിപ്പിച്ചത്? ഇത് ഞാൻ സ്വന്തമായി പഠിച്ചതാ, യൂട്യൂബിൽ. അതൊന്നും കള്ളം പറയാം, ചുമ്മാ ഞങ്ങളെ പറ്റിക്കാൻ പറയല്ലേ. ശരിക്കും നന്ദൻ, പാലക്കാട്ടുകാരൻ നന്ദനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവനെ കുറെ പേരൊക്കെ അറിയാം, കുറെ പരിപാടികളൊക്കെ പങ്കെടുത്തതല്ലേ. ഇപ്പൊ വൈറലായ പയ്യനാണ്. അപ്പൊ നമ്മളതിന് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പൊ ഇതേപോലെ ചെയ്യുന്ന ഒരു കഴിവാണ് ഇത്. ഇതിന് പേരെന്താണ് പറയുന്നത്? ഡൈ സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് പക്ക ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യാൻ നോക്കി നടക്കുന്നില്ല, പ്രാക്ടീസ് കൊണ്ട് നേടിയാന്ന് പറയുന്നുണ്ട്. അടുത്ത പരിപാടി എന്താ? അടുത്തത് നമുക്ക് ഡൈബോളും യോയോയും.